ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശ്യാമയുമായി ശാലിനി സത്യഭാമയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഒരു പുഞ്ചിരിയോടെ ശ്യാമ അവിടെ നിൽക്കുന്നു. ഇറങ്ങിയ ഉടൻ തന്നെ ശ്യാമ വീഴാൻ തുടങ്ങിയപ്പോൾ ശാലിനി ശ്യാമയെ പിടിച്ചു നിർത്തുന്നുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ ഇനിയും ഞാൻ വീഴുമല്ലേ എന്നിങ്ങനെ വയ്യാത്ത ഒരു കൊച്ചുകുട്ടിയെ പോലെ സംസാരിക്കുകയാണ് ശ്യാമ. അത് കണ്ടിട്ട് രണ്ടുപേരും, വിഷ്ണുവും രാഘവനും ശ്യാമ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ട്. പിന്നെയും ശ്യാമ പറയുന്നു, കുഞ്ഞേച്ചി എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണേ. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ശ്യാമ ഇങ്ങനെ നോക്കുന്നു. ഇതാണോ നമ്മുടെ വീട് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും വലിയ വീടല്ലായിരുന്നല്ലോ, ഇങ്ങനെ നീളത്തിലുള്ള എന്ന് ശ്യാമ പറയുമ്പോൾ ശാലിനി പറയുന്നു, മോളെ അത് വേറെ വീട്, ഇപ്പോൾ ഇതാണ് നമ്മുടെ വീട്. കാർത്തിക മനസ്സിലോർക്കുന്നു, ഇവൾക്ക് ഇത് എന്ത് പറ്റി? ഇനി ആ ടാബ്ലറ്റിന്റെ സൈഡ് എഫക്റ്റ് ആണോ? അതൊന്നും മധുശ്രീ പറഞ്ഞില്ലായിരുന്നല്ലോ. ഭാമേ എന്താ ഇതൊക്കെ എന്ന് രാഘവൻ ചോദിക്കുന്നുണ്ട്. പൊന്നിയോട് സത്യഭാമ പറയുന്നു, നീ പോയി ആരതി എടുത്തിട്ട് വരാൻ. മോളെ കേറ്, അധികം വെയിലത്ത് നിൽക്കണ്ട എന്നൊക്കെ ശാലിനിയോട് ശ്യാമ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, നിക്ക് കുഞ്ഞേച്ചി, ഞാൻ ഈ മുറ്റമൊക്കെ ഒന്ന് കാണട്ടെ. ഹായ്, ഇതെന്താ ഈ പടിക്കെട്ടിൽ ആനയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ശ്യാമ പറയുമ്പോൾ ശാലിനി പറയുന്നു, നോക്ക്, നമുക്ക് അതൊക്കെ സാവകാശം കാണാം, അതൊക്കെ പറഞ്ഞു തരികയും ചെയ്യാം. കുഞ്ഞേച്ചി അങ്ങോട്ട് പോവില്ലല്ലോ എന്ന് വീണ്ടും ശ്യാമ പറയുന്നു. സത്യഭാമ ഇപ്പോൾ ശാലിനി നോക്കുന്നുണ്ട്. പറ കുഞ്ഞേച്ചി എന്നൊക്കെ ശ്യാമ പറയുമ്പോൾ ഇല്ല എന്ന് ശാലിനി പറയുന്നു. അമ്മയും വരണേ, വാ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ ശാലിനിയുടെ കൈപിടിച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ സത്യഭാമ പറയുന്നുണ്ട്, അവിടെ നിൽക്കേ. ഇതാരാ കുഞ്ഞേച്ചി, ഇവിടുത്തെ ടീച്ചറാണോ? മുഖം കണ്ടാലേ എനിക്കറിയാം, സ്കൂളിലെ വലിയ ടീച്ചറാണ് അല്ലേ എന്നൊക്കെ ശ്യാമ പറയുന്നു. പൊന്നി അവിടേക്ക് ആരതിയുമായി വന്നു. ആരതി കാർത്തികയുടെ കയ്യിൽ കൊടുക്കാൻ പറയുകയാണ് പൊന്നി. സത്യഭാമയുടെ മൂത്ത മരുമകൾക്ക് എന്നും പറയുന്നുണ്ട് ഭാമ. കാർത്തികയെ അടുത്തേക്ക് വിളിക്കുകയാണ് ഇപ്പോൾ ഭാമ. ആ ആരതി വാങ്ങിച്ചു. ഇവൾ അസുഖമൊക്കെ കഴിഞ്ഞു വരുന്നതല്ലേ, നീ വേണം ഇവളെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാനെന്ന് ഭാമ പറയുകയാണ് കാർത്തികയോട്. ഈ വീട്ടിലേക്ക് കൂടെ കയറാൻ വരുന്ന എല്ലാ ദോഷങ്ങളും അകലാൻ എന്നും ഭാമ പറയുന്നുണ്ട്. അങ്ങനെ കാർത്തിക ഇപ്പോൾ ശ്യാമയെ ആരതി ഒഴിയാനായി വന്നു. ആന്റിഡോസ് കുത്തിവെക്കാതെ ആരും മയക്കത്തിൽ നിന്ന് ഉണരില്ല എന്നാണല്ലോ മധുശ്രീ പറഞ്ഞത്. പിന്നെ ഇവൾ എങ്ങനെയപ്പോൾ ജീവനോടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് കാർത്തിക വിചാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒന്നിന്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ചിട്ട് നീയാണെന്ന് എനിക്ക് മനസ്സിലായടി. നിന്റെ കള്ളി വെളിച്ചത്താക്കാനാ ഞാൻ എൻ്റെ കുഞ്ഞേച്ചിയും കൊണ്ട് വന്നിരിക്കുന്നത് എന്ന് ശ്യാമ വിചാരിക്കുന്നുണ്ട്. കാർത്തിക ശ്യാമയെ ആരതി ഒഴിയുന്നു. ഹായ് തീ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ തീയിലേക്ക് തൊടാൻ തുടങ്ങുകയായിരുന്നു ശ്യാമ. എന്നാൽ ശാലിനി തടഞ്ഞു. ഇതെന്താ ഇത് എന്നൊക്കെ ചോദിക്കുന്നു. ഇത് ആരതിയാണെന്ന് ശാലിനി പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്യാമ പറയുന്നു, ആരതിയോ അതെന്റെ കൂട്ടുകാരിയാണ് എന്ന് പറഞ്ഞ് വീണ്ടും തീയിലേക്ക് തൊടാൻ നോക്കുന്നു. ഇതിപ്പോ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട്. മോളെ, അത് നമ്മുടെ ദോഷങ്ങൾ മാറാനാണെന്ന് ശാലിനി. എങ്കിൽ എൻ്റെ കുഞ്ഞേച്ചിക്കും വേണം ആരതി താ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ശ്യാമ ഇങ്ങനെ ശാലിനിക്കും ആരതി ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നുണ്ട്. കാർത്തിക ആരതിയുമായി പോയി. പിന്നെ ശാരദാമ്മയോട് പറയുകയാണ് ഭാമ, ശാരദാമ്മേ, ശ്യാമയ്ക്കൊപ്പം നിങ്ങൾക്ക് അകത്തേക്ക് വരാം, ശാരദാമ്മയ്ക്ക് മാത്രം എന്ന് പറയുമ്പോൾ വീണ്ടും അവർ ഞെട്ടി നിൽക്കുന്നു. അത്രയും പറഞ്ഞിട്ട് ഭാമ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, സത്യാമ്മേ, ഡോക്ടർ പറഞ്ഞത്. ഭാമ പറയുന്നു, ഡോക്ടർ ഹോസ്പിറ്റലിലെ കാര്യം തീരുമാനിച്ചാൽ മതി, ഇവിടത്തെ കാര്യം തീരുമാനിക്കുന്നത് ഈ സത്യഭാമയാണ്. ഹോസ്പിറ്റലത്തെ പോലെ തന്നെ നോക്കിക്കോളാം എന്ന ഉറപ്പിലല്ലേ സത്യാമ്മേ ശ്യാമേ അവര് നമ്മുടെ കൂടെ വിട്ടത് എന്ന് ശാരദാമ്മ പറയുമ്പോൾ സത്യഭാമ പറയുന്നു, ഹോസ്പിറ്റലത്തെ പോലെ തന്നെ നോക്കും ശാരദാമ്മേ, നിങ്ങളുടെ മകൾ ശ്യാമയെ 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ചികിത്സ വേണമെങ്കിൽ അങ്ങനെ, പക്ഷേ പുകഞ്ഞ കൊള്ളിയെ തിരിച്ചെടുക്കുന്നില്ല. ശരി സത്യാമ്മേ, സത്യാമ്മയുടെ തീരുമാനം അങ്ങനെയെങ്കിൽ അങ്ങനെ. സത്യാമ്മ പറഞ്ഞത് ശരിയാണ്, ഇവിടുത്തെ കാര്യം സത്യാമ്മ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ശ്യാമെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം, 2-3 ആഴ്ചത്തെ ചികിത്സയും വിശ്രമവും അല്ലേ പറഞ്ഞത്, ഞങ്ങൾ ഇവളെ നോക്കിക്കോളാം എന്നൊക്കെ ശാരദാമ്മ പറയുന്നു. പൂർണ്ണമായി ഭേദപ്പെട്ട ശേഷം തിരിച്ചയക്കാം എന്ന് ശാരദാമ്മ പറയുമ്പോൾ സത്യഭാമ പറയുന്നു, മകൾ കളക്ടറായതിന്റെ അഹങ്കാരം, കോമ്പത്തെ ട്രീറ്റ്മെന്റ് കൊടുക്കാതിരിക്കും നിങ്ങൾ. അത് പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു, സത്യാമ്മ അങ്ങനെയൊന്നും അല്ല, എന്തിനാ ഭാമ ഈ കടുംപിടുത്തം എന്ന് രാഘവൻ പറയുമ്പോൾ ഭാമ പറയുന്നു, എൻ്റെ മരുമകൾക്ക് ഒരു അസുഖം വരുമ്പോൾ ഞാൻ നോക്കണ്ട എന്നാണോ രാഘവേട്ടൻ പറയുന്നത്? എൻ്റെ അമ്മേ, ശാരദാമ്മ ശ്യാമയെ നോക്കുന്നെങ്കിൽ നോക്കട്ടെ, ശ്യാമയുടെ അമ്മയല്ലേ ശാരദാമ്മ. വിഷ്ണു, ഛർദ്ദിച്ചത് നീ വിഴുങ്ങാൻ നോക്കണ്ട, ഈ നിൽക്കുന്നത് നീ താലി കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയാണ് എന്ന് ഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു, അമ്മ ഞാൻ ശ്യാമയുടെ കാര്യമല്ലേ, എൻ്റെ മരുമകളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം, നീ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കിയാൽ മതി എന്ന് ഭാമ പറയുന്നുണ്ട്. എൻ്റെ നിലപാട് എന്താണെന്ന് ശാരദാമ്മയ്ക്ക് മനസ്സിലായല്ലോ, ഇനി ശ്യാമയെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാമെന്ന് ഭാമ. ശരി സത്യാമ്മേ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് ശാരദാമ്മ ശ്യാമയെ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ ഭാമ വീണ്ടും വിളിച്ചു പറയുന്നു, കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോയിക്കോളൂ ശാരദാമ്മേ, പക്ഷേ ഭേദമായി കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണമെന്നില്ല. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശാരദാമ്മ.
രോഹിതം, എന്റെ അതിക്രമ ഭാമ നീ പറയുന്നത് എന്ന് രാഘവൻ പറയുമ്പോൾ ഭാമ പറയുന്നു, രാഘവേട്ട, ശാരദാമ്മയ്ക്കുള്ളതുപോലെ സത്യഭാമയ്ക്കുമുണ്ട് തീരുമാനങ്ങൾ. ആ വീട്ടുവളപ്പിൽ കയറിയതിനു ശേഷം ഒന്നിനെയും ഇനി തിരിച്ച് എടുക്കുന്നില്ല സത്യഭാമയുടെ വീട്ടിലേക്ക്. ശരി സത്യാമ്മേ, ഞങ്ങൾ പോയിക്കോളാം. ശ്യാമെ, നിങ്ങൾ തന്നെ നോക്കിക്കോളൂ എന്ന് ശാരദാമ്മ. ശാരദാമ്മയോട് ഞാൻ വീട്ടിൽ കയറണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്ന് സത്യഭാമ പറയുമ്പോൾ, സാൻ മനസ്സിന് നന്ദിയുണ്ട് സത്യാമ്മേ, പക്ഷേ ഇപ്പോൾ വയ്യ, മനസ്സ് മുറിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ ശാരദാമ്മ പറയുന്നു. ശാലിനി ശ്യാമയോട് പറയുന്നു, ശ്യാമയെ മോളെ ഞാൻ പോട്ടെ എന്ന്. ശ്യാമ ശാലിനിയോട് ചോദിക്കുന്നു, കുഞ്ഞേച്ചി എങ്ങോട്ടാ പോകുന്നത് എന്നൊക്കെ. മോള് പറഞ്ഞില്ലേ നീളമുള്ള വീട്, കുഞ്ഞേച്ചി അവിടെയാണ്, മോൾ ഇവിടെയാണ് താമസിക്കേണ്ടത് എന്നൊക്കെ ശാലിനി പറയുമ്പോൾ ശ്യാമ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നു, കുഞ്ഞേച്ചി പോകാൻ പറ്റില്ല, ഞാനും വരും കൂടെ, ഞാനും വരും എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുകയാണ്. കുഞ്ഞേച്ചി പോയാൽ ഞാനും വരും എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെയും കരഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ ശ്യാമ എന്നെ ദേഷ്യത്തോടെ ഉറക്കി വിളിക്കുകയാണ് ഭാമ. കയറി പോടിയകത്ത് എന്ന് ദേഷ്യത്തോടെ ഭാമ ശ്യാമയോട് പറഞ്ഞു. പോകാൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. പേടിച്ച് അകത്തേക്ക് പോവുകയാണ് ശ്യാമ. പൊന്നിയും കൂടെ പോകുന്നു. ഇതൊക്കെ കണ്ടിട്ട് കണ്ണുനീരോടെ നിൽക്കുകയാണ് രോഹിത്. ഇവക്കുള്ള ട്രീറ്റ്മെന്റ് എനിക്കറിയാം, എന്തായാലും ആളെവിടെ എത്തിച്ചല്ലോ, ഇനി നിങ്ങൾക്ക് പുറത്തേക്ക് പോകാമെന്ന് സത്യഭാമ ശാലിനിയോടും ശാരദാമ്മയോടും പറയുന്നു. ഇതിനിടയിൽ ശാലിനി വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. വാ അമ്മേ എന്ന് പറഞ്ഞ് അവർ പോകാൻ തുടങ്ങുന്നു. കണ്ണീരോടെ ശാലിനി തിരിച്ചുപോയി. അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് സത്യഭാമ. ദൈവം പൊറുക്കില്ല ഭാമേ, നീ ചെയ്യുന്നതൊന്നും എന്നൊക്കെ രാഘവൻ പറയുകയാണ് ഭാമയോട്. ദൈവത്തോട് ഞാൻ പറഞ്ഞോളാം, ഇപ്പോൾ ചെയ്തതിന് മാത്രമല്ല ഇനി ചെയ്യാൻ പോകുന്നതിനുമെന്ന് ഭാമ പറയുന്നു. ഇത് ഞങ്ങൾ നേരിട്ടുള്ള ഇടപാടാണ്, നടുക്ക് രാഘവേട്ടന്റെ സേവനം വേണ്ട എന്ന് ഭാമ രാഘവനോട് പറഞ്ഞു. ഇത്രയും പറഞ്ഞ് ഭാമ അകത്തേക്ക് പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ശ്യാമയാണെങ്കിൽ ഹോളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മുഖം പൊത്തിയിരിക്കുന്നു. സോഫയിലാണ് ഇരിക്കുന്നത്, സത്യഭാമയുടെ ചെയറിൽ. ശ്യാമക്കുഞ്ഞെ എന്ന് പറഞ്ഞ് പൊന്നി വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്യാമ ഇങ്ങനെ കണ്ണും പൊത്തിയിരിക്കുന്നു. വിഷമിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടും ഒരു കാര്യമില്ല. ഇവിടെ സത്യാമ്മ തീരുമാനിക്കുന്നതേ നടക്കൂ. ഇപ്പോൾ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി, പകൽ എന്ന് പറഞ്ഞാൽ പകൽ, അത് കുഞ്ഞിനും അറിവുള്ളതാണല്ലോ. ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ കുഞ്ഞ് എഴുന്നേറ്റ് വാ, സ്റ്റെപ്പിന് തലയിടിച്ച് വീണതല്ലേ, ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ, നല്ല ക്ഷീണം കാണും, ഭാഗത്ത് പോയി കിടക്കാമെന്നൊക്കെ പൊന്നി പറയുമ്പോൾ ശ്യാമയാണെങ്കിൽ പോകാൻ തയ്യാറാവുന്നില്ല. കണ്ണും പൊത്തി അങ്ങനെ ഒരൊറ്റ ഇരിപ്പാണ്. രോഹിത് അവിടേക്ക് കയറി വന്നു. എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു. വിളിച്ചിട്ട് എഴുന്നേറ്റ് വരുന്നില്ല, ദേഹത്ത് തൊടുമ്പോൾ കൈതട്ടി മാറ്റുകയാണ് എന്നൊക്കെ പൊന്നി പറയുന്നുണ്ട്. രോഹിത് ശ്യാമയുടെ അരികിലേക്ക് ഇരുന്നിട്ട്, ശ്യാമയെ എടോ ഞാൻ പറയുന്നേ ഒന്ന് കേക്ക് എന്നൊക്കെ സ്നേഹത്തോടെ പറയുന്നുണ്ട്. ശ്യാമ ഇങ്ങോട്ട് നോക്കിയേ എന്നൊക്കെ ഇങ്ങനെ കൈപിടിച്ച് മാറ്റാനൊക്കെ ശ്രമിക്കുന്നു. ബലം പിടിക്കാറ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ മുഖം പൊത്തി മാറ്റുന്നില്ല. ശ്യാമ നിന്റെ രോഹിത് ഇത് എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട്. എന്നാൽ വല്ലാത്ത ഭാവത്തോടെ തന്നെ ഇരിക്കുകയാണ് ശ്യാമ. എന്റെ കുഞ്ഞേച്ചി എവിടെയെന്ന് ശ്യാമ ചോദിക്കുന്നു. അത് നമുക്ക് സംസാരിക്കാം, ഇപ്പോൾ റൂമിലേക്ക് വാ എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട്. എന്നിട്ട് ശ്യാമയെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ ശ്യാമ പോകുന്നില്ല. എന്റെ കുഞ്ഞേച്ചി എവിടെ പറ എന്നൊക്കെ ദേഷ്യത്തോടെ പറയുകയാണ് ശ്യാമ. കുഞ്ഞേച്ചി വരും, സംസാരിക്കാൻ നമുക്ക് എന്നൊക്കെ പറയുന്നു. എന്റെ കുഞ്ഞേച്ചി എവിടെ പറ എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനെ ഷർട്ടിനിങ്ങനെ പിടിക്കുകയാണ് ശ്യാമ. പറ എന്റെ കുഞ്ഞേച്ചി ഇവിടുന്ന് പറ എന്നൊക്കെ ഇങ്ങനെ വാശി പിടിക്കുകയാണ് ശ്യാമ. ശ്യാമയെ കുഞ്ഞേച്ചി പോയില്ലേ എന്ന് പറയുമ്പോൾ രോഹിത്തിനെ പിടിച്ച് സോഫയിലേക്ക് തള്ളുകയാണ് ശ്യാമ. എന്റെ കുഞ്ഞേച്ചി പോയിന്നോ എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് ശ്യാമ. ആരാ എന്റെ കുഞ്ഞേച്ചിയെ പറഞ്ഞു വിട്ടത്, എങ്ങോട്ടാ എന്റെ കുഞ്ഞേച്ചി പോയത്, പറ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയാണ് ഇപ്പോൾ ശ്യാമ. കാർത്തികയും രാഘവനും എല്ലാം അവിടേക്ക് വന്നു. ആരാ എന്റെ കുഞ്ഞേച്ചി പറഞ്ഞു വിട്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. വിഷ്ണുവും പിള്ളച്ചേട്ടനും ഒക്കെ അവിടേക്ക് വന്നു. പറ നീയാണോ പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞ് രോഹിത്തിന്റെ ഷർട്ടിന് ഇങ്ങനെ പിടിച്ച് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്യാമ. ആരാ എന്റെ കുഞ്ഞേച്ചിയെ പറഞ്ഞു വിട്ടേന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞ് വീണ്ടും ബഹളം ഉണ്ടാക്കുന്നു. ശ്യാമ എന്ന് പറഞ്ഞ് ഭാമ ഇപ്പോൾ അവിടേക്ക് വന്നു. ഡീ നിർത്താൻ, രോഹിത് അല്ലടി ഞാനാ എന്ന് ഭാമ പറയുന്നു. ഈ സത്യഭാമയാണ് നിന്റെ കുഞ്ഞേച്ചിയെ പറഞ്ഞു വിട്ടത് എന്ന് സത്യഭാമ പറയുന്നുണ്ട്. നീ എന്താ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് ഭാമ പറയുമ്പോൾ ദേഷ്യത്തോടെ ശ്യാമ ഇപ്പോൾ ഭാമയെ നോക്കുന്നു. നീയാണോ എന്ന് ചോദിക്കുന്നു. ഡി അടങ്ങി നിന്നോണം, ഇല്ലെങ്കിൽ അടിച്ച് നിന്റെ കൈയും കാലം ഞാൻ ഓടിക്കും. നിന്റെയും നിന്റെ കുഞ്ഞേച്ചിയുടെയും ഈ വേഷം കെട്ട് എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ എന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. എൻ്റെ കുഞ്ഞേച്ചിയെ പറഞ്ഞു വിട്ടോടി എന്ന് പറഞ്ഞ് സത്യഭാമയുടെ കഴുത്തിന് പിടിച്ചമർത്തുകയാണ് ശ്യാമ. എല്ലാവരും കൂടി ശ്യാമയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. രോഹിത്തിനെയൊക്കെ പിടിച്ച് തള്ളി വിട്ടിട്ട് നിന്നെ ഞാനിന്ന് കൊല്ലു എന്ന് പറഞ്ഞ് വീണ്ടും സത്യഭാമയുടെ കഴുത്തിന് പിടിച്ചമർത്തുകയാണ് ശ്യാമ. നീ ചാവടി ചാവ്, കുഞ്ഞേച്ചിയുടെ കൈയും കാലും തല്ലി ഒടിക്കുവോ, നിന്നെ ഞാൻ ഇന്ന് കൊല്ലും എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത ബഹളം. പിന്നെയും രോഹിത്തിനെ പിടിച്ച് തള്ളിയിട്ടപ്പോൾ രോഹിത് എണീച്ച് ശ്യാമയുടെ കാരണത്തിട്ടൊന്ന് കൊടുത്തു, അതും ദേഷ്യത്തോടെ. ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്, എന്നെ നീ തല്ലിയല്ലേ, ഇനിയും തല്ലാൻ, നിന്നോട് തല്ലാനല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ബഹളം വെക്കുകയാണ് ശ്യാമ. നിനക്ക് തല്ലണ്ടല്ലേ, എങ്കിൽ ഞാൻ തന്നെ ചെയ്യാം, മാറെന്ന് പറഞ്ഞ് രോഹിതിനെ പിടിച്ച് തള്ളിയിട്ട് ശ്യാമ നെറ്റിക്കൊണ്ട് ഭിത്തിയിലിടിക്കുകയാണ്. അതും ആ മുറിഞ്ഞ സ്ഥലത്ത് തന്നെ വീണ്ടും ഇടിക്കുന്നു. ഇപ്പോൾ അവിടെ നിന്ന് ബ്ലഡ് വരികയാണ്. ശ്യാമ നീ എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് രോഹിത് ശ്യാമയെ പിടിച്ച് മാറ്റി. ശ്യാമ ഇപ്പോൾ ബോധം കെട്ട് വീഴുകയാണ്. എല്ലാവരും വല്ലാത്ത ടെൻഷനോടെ നിൽക്കുന്നു.
പിന്നീട് കാണിക്കുന്നത് ശ്യാമ ബെഡിൽ കിടക്കുകയാണ്. ആ ബ്ലഡൊക്കെ ഇപ്പോൾ മാറ്റി വീണ്ടും ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയായിരുന്നു രോഹിത്. ഇപ്പോഴും ശ്യാമ ബോധത്തിൽ നിന്നും തിരിച്ചു വന്നിട്ടില്ല. സത്യാമ്മയെ ശ്യാമ ചെയ്തതിന് ഞാൻ സത്യാമ്മയോട് മാപ്പ് ചോദിക്കുകയാണെന്ന് രോഹിത് സത്യാമ്മയോട് പറയുന്നുണ്ട്. ഞാനത് മനസ്സിൽ വെച്ചിട്ടില്ല. എടാ, ഇവൾ എൻ്റെ മോള് തന്നെയാണ് എന്നൊക്കെ സത്യഭാമ പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, സത്യാമ്മയെ ഇവളിങ്ങനെയൊക്കെ പെരുമാറിയത് മനസ്സിലായി. ഞാൻ ഇവളെ പ്രകോപിപ്പിക്കാൻ പറയുകയായിരുന്നു. ഡോക്ടർ അങ്ങനെ പറഞ്ഞെങ്കിലും ഇവളുടെ കണ്ടീഷൻ ഇത്രയ്ക്ക് സീരിയസ് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.